ഹായ് ഹലോ നമുക്കിന്ന് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതൊന്ന് നോക്കിയാലോ. ഇതിൻ്റെ കൂടെ നമ്മൾ എങ്ങനെയാണ് ഈ പിക്ചർ വരയാൻ അറിയാത്തവർക്കും എങ്ങനെ സ്കെച്ച് ചെയ്യേണ്ടതെന്നുള്ളത് പറയുന്നുണ്ട്. ആദ്യം നമ്മൾ ഹൂപ്പ് ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മുടെ ക്ലോത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 ലെയർ ഓഫ് ക്ലോത്താണ് ഞാൻ എപ്പോഴും എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോഴാണ് നമുക്കൊരു പെർഫെക്ഷൻ കിട്ടുക കേട്ടോ. മറ്റേ ഒറ്റ സിംഗിൾ ലെയർ ആകുമ്പോൾ നമുക്ക് അത്ര പെർഫെക്ഷൻ എനിക്ക് തോന്നാറില്ല. അതിനുശേഷം നമ്മുടെ ഡിസൈൻ ഏതാണോ അത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ട്രേസിങ് പേപ്പറില്ലേ അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഹൂപ്പിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. മാസ്കിൻ ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ മഷി തീർന്ന പെന്നില്ലേ അത് വെച്ചിട്ട് അതൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും എല്ലാ സൈഡിലും ഒരു ഭാഗത്തും വിട്ടു പോവാതെ എല്ലാം നല്ലതായിട്ട് നല്ല അമർത്തിയിട്ട് തന്നെ നമ്മൾ സ്കെച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് ഹീറ്റ് ഇറേസബിൾ പെന്നാണ്. അത് വെച്ച് ഒന്നും കൂടെ നമ്മൾ അതിനൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഹീറ്റ് ഇറേസബിൾ പെന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഹീറ്റ് ആയിക്കഴിഞ്ഞാൽ അത് ഇറേസ് ആയി പോകുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് നമുക്ക് എന്താണോ ഡിസൈൻ അത് നമ്മൾ വരഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 2-3 ഫ്ലവേഴ്സൊക്കെയാണ് റോസെറ്റിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ത്രെഡ് എടുത്ത് നൂലിൽ കോർക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുക. നമ്മളിപ്പോൾ വരഞ്ഞ ഡിസൈനില്ലേ അതൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ബ്ലാക്ക് ത്രെഡ് കൊണ്ടാണ് 3 സ്റ്റാൻഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്ലവേഴ്സിനില്ല റൗണ്ട്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വരഞ്ഞ് നമുക്ക് ലീവ്സ് വേണമെങ്കിൽ ലീവ്സ് നമ്മുടെ ഡിസൈൻ എന്താണോ നമ്മുടെ ഭാവനക്കനുസരിച്ചിട്ട് നമ്മൾ അത് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുക. ഫ്ലവേഴ്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ വേറെ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. സിമ്പിളാണ്. നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ലീവ്സിലോട്ടാണ് കിടക്കുന്നത്. ലീവ്സും നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം. അതിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഫ്ലവേഴ്സും ലീവ്സും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മയുടെ ഇതൊരു അമ്മയും കുഞ്ഞാണല്ലോ അപ്പോൾ അമ്മയുടെ ഹെയർ ഉണ്ടല്ലോ അതിന് നമ്മളൊന്ന് കളർ ചെയ്യുന്നുണ്ട്. ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കളർ ചെയ്യുന്ന. ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.